കണ്ണൂരിൽ നിന്ന് ഇതാ ഒരു അത്ഭുത വാർത്ത. നമ്മുടെ സഖാക്കൾ ഒടുവിൽ മുതലാളിത്തത്തെ തോൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണെന്നോ, പണമുള്ളവനിൽ നിന്ന് പണം വാങ്ങി ആർക്കും കൊടുക്കാതെ നേരെ അങ്ങ് സ്വാഹ ആക്കി സ്വയം സമ്പന്നരായിക്കൊണ്ടാണ് ഈ സംഭവം. ഇതിലും വലിയ സോഷ്യലിസം ഈ ലോകത്ത് വേറെ എവിടെ കിട്ടും? നിങ്ങൾ തന്നെ പറയണം. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എങ്കിൽ കേട്ടോളൂ. ഇതാണ് നമ്മുടെ സ്വന്തം CPMന്റെ ഏറ്റവും പുതിയ മതേതര പരീക്ഷണം. പേര് കേട്ടാൽ തന്നെ കോടി പുണ്യം കിട്ടും. ഹലാൽ ഫായിദ സഹകരണ സംഘം. പേര് തന്നെ എന്തൊരു മനോഹരമാണല്ലേ. കേൾക്കുമ്പോൾ തന്നെ അന്തസ്സും ആത്മീയതയും തോന്നും. പക്ഷെ ഉള്ളിൽ നടന്നത് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഹലാൽ എന്നാൽ ശുദ്ധമായത് എന്നാണല്ലോ നമ്മുടെ മഹാനായ മുൻ മുഖ്യമന്ത്രി സഖാവ് തന്നെ നിർവചിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ പേരിൻ്റെ ഒരു ശുദ്ധി നോക്കൂ. എത്ര ശുദ്ധമായാണ് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ കോടികൾ അങ്ങ് ശുദ്ധമായ പ്രത്യക്ഷമാക്കിയത്. ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ, ഒരു തെളിവും ഇല്ലാതെ നല്ല ശുദ്ധമായ മാജിക്. കഥ തുടങ്ങുന്നത് 2017 കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ CPMനൊരു പേടി. മുസ്ലിങ്ങൾ ഇനി കൈവിട്ടു പോകുമോ? അപ്പോൾ എന്തു ചെയ്യും? അവരെ പേടിപ്പിക്കണം. മോദി വരും, നിങ്ങളെ കൊണ്ടുപോകും, ഞങ്ങൾ മാത്രമേ നിങ്ങളെ രക്ഷിക്കൂ എന്ന് പറയണം. അതിനൊരു പ്രൊജക്റ്റ് കൂടി വേണം. അങ്ങനെയാണ് ഇത് ഉദയം ചെയ്യുന്നത്. ഇസ്ലാമിക് ബാങ്കിങ്, പലിശരഹിത ബാങ്ക്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ഒരു ബാങ്ക്. കേൾക്കാൻ തന്നെ എന്തൊരു സുഖം. ഉദ്ഘാടനം മറ്റാരുമല്ല, സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ തന്നെ. ചുവപ്പ് പരവതാനി വിരിച്ച് വേദിയിൽ ചുവപ്പ് കൊടി, മുന്നിലാണെങ്കിലോ തൊപ്പി വെച്ച വിശ്വാസികൾ. ചീഫ് പ്രൊമോട്ടറായി അന്നത്തെ DYFIയുടെ തിളങ്ങുന്ന യുവനേതാവ് M ഷാജർ, ഇന്നത്തെ യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ. യുവാക്കളുടെ ക്ഷേമം നോക്കാനിരിക്കുന്ന അതേ സഖാവ് തന്നെ. പ്രചരണം അതിലും വലിയ കോമഡിയായിരുന്നു. ബീഫ് കയറ്റുമതി ചെയ്യും, വലിയ ഫാമുകൾ തുടങ്ങും, റോഡ് നിർമ്മാണം നടത്തും, കോടികൾ ലാഭം കൊയ്യും. നിങ്ങൾ പണമിട്ടാൽ ലാഭം ഹലാലായി വീട്ടിൽ വരും. ഹറാമായ പലിശയില്ല, പൂർണ്ണമായും ശരീഅത്തനുസരിച്ച്. എന്തൊരു ഭക്തിയാണല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരീഅത്ത് നോക്കി ബാങ്ക് നടത്തുന്നു. ഇതിൽ കൂടുതൽ മതേതരത്വം വേറെ എവിടെ കിട്ടും? ഇത് കേട്ടപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ കരുതി ഇതാണ് യഥാർത്ഥ മതേതരത്വമെന്ന്. CPM നമ്മളെ ചേർത്ത് പിടിക്കുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങിയത് ആരായിരുന്നു? ലോക്കൽ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ. ചുവപ്പുകൊടി കണ്ടുള്ള വിശ്വാസത്തിൽ മോദിയെ പീഡിപ്പിച്ചുള്ള പ്രസംഗം കേട്ട് കയ്യിലുള്ള സ്വർണം വിറ്റും ഭാര്യയുടെ മാലയഴിച്ചും ഗൾഫിൽ നിന്ന് വിയർപ്പൊഴുക്കി മരുഭൂമിയിൽ വെയിൽ കൊണ്ടുണ്ടാക്കിയ കാശും കൊണ്ടുപോയി ആ ഹലാൽ പെട്ടിയിൽ ഇട്ടുകൊടുത്തു. അവർ കരുതി ഇത് ദൈവത്തിൻ്റെ പേരിലുള്ള നിക്ഷേപമാണ്, സുരക്ഷിതമാണെന്ന്. 9 വർഷമായി. 9 വർഷം. ഈ 9 വർഷത്തിനിടയിൽ ആ സംഘം എന്താണ് ചെയ്തതെന്നറിയാമോ? ഓഡിറ്റില്ല, കണക്കില്ല, വാർഷിക പൊതുയോഗമില്ല, ലാഭമില്ല, മുതൽ പോലുമില്ല. എന്തിന് ഓഫീസ് പോലുമില്ല, അതിനൊരു ബോർഡ് പോലും ഇല്ലാത്ത അവസ്ഥ. ഫോൺ വിളിച്ചാൽ ചീഫ് പ്രൊമോട്ടർ സഖാവ് ഫോൺ എടുക്കില്ല. വിളിച്ചാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്യും, പിന്നീട് ബ്ലോക്കും ചെയ്യും. അദ്ദേഹം ഇപ്പോൾ യുവജനക്ഷേമ ബോർഡിന്റെ ചെയർമാനായി സുഖമായി AC മുറിയിൽ ഇരിക്കുന്നു. യുവാക്കളുടെ ക്ഷേമം നോക്കുന്നു. പാവം നിക്ഷേപകരുടെ ക്ഷേമം ആരും നോക്കുന്നില്ല. കാരണം അവർ യുവാക്കളല്ലല്ലോ, അവർ വെറും നിക്ഷേപകർ മാത്രമല്ലേ. പിന്നെ എങ്ങനെയാണ് ഈ നികൃഷ്ട കള്ളം പൊളിഞ്ഞതെന്നറിയണോ? മയിൽ സ്വദേശിയായ KP നാസർ എന്ന ഒരാൾ പരാതി കൊടുത്തു. TK ഗോവിന്ദൻ MLA വഴി TV രാജേഷ് വഴി മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തു. പരാതി മാധ്യമങ്ങളിൽ വന്നതോടെ എന്താണ് സംഭവിച്ചത്? അത്ഭുതമാണത്. 9 വർഷമായി പൂട്ടിക്കിടന്ന സംഘത്തിന്റെ ഭാരവാഹികൾ ഓടിവന്ന് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കൊടുത്ത് വായടപ്പിച്ചു. നോക്കൂ, എന്തൊരു മാജിക് ആണല്ലേ. പരാതി വന്നാൽ മാത്രം പണം തിരിച്ചു കിട്ടുന്ന, വാർത്ത വന്നാൽ മാത്രം പ്രവർത്തിക്കുന്ന ഹലാൽ ATM. ഇതിലും വലിയ ഫിൻടെക് വിപ്ലവം ലോകത്ത് വേറെ എവിടെയാണുള്ളത്? ഇതാണോ സഖാക്കളെ നിങ്ങളുടെ മതേതരത്വം? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ ഒരു ഹലാൽ ബാങ്കിന്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങുക, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക, പണം കയ്യിൽ കിട്ടിയപ്പോൾ സംഘം കാലിയാക്കുക. ഇത് ബാങ്കല്ല, ഇത് വിശ്വാസത്തെ വെച്ചുള്ള പകൽ കൊള്ളയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ പറ്റിക്കുന്ന നികൃഷ്ടമായ തട്ടിപ്പാണ്. കരുവന്നൂരിൽ പറ്റിച്ചത് വേറെ, ഇവിടെ ഹലാൽ എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ തന്നെ പറ്റിച്ചു. എന്തൊരു സെലക്റ്റീവ് മതേതരത്വമാണ്. ഹിന്ദുക്കളുടെ പണം കരുവന്നൂരിൽ, മുസ്ലിമിന്റെ പണം ഹലാൽ ഫായിദയിൽ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ കൊള്ള.
ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. സഹകരണ വകുപ്പ് എവിടെ? ഉറങ്ങുകയാണോ? അതോ കമ്മീഷൻ എണ്ണി തിട്ടപ്പെടുത്തുകയാണോ? 2000 കോടിയുടെ അൽ മുക്താദിർ മോഡൽ തട്ടിപ്പ് കഴിഞ്ഞ് അതേ മോഡൽ വീണ്ടും ഒരു തട്ടിപ്പ് കണ്ണൂരിൽ നടന്നിട്ടും ഒരു നടപടിയുമില്ല, ഒരു അന്വേഷണവുമില്ല. കാരണം നടത്തിയത് ആരാണ്? സ്വന്തം പാർട്ടിക്കാർ തന്നെ. ചുവപ്പുകൂടി ഉള്ളിടത്ത് ചോദ്യം ചെയ്യൽ ഹറാമായിരിക്കും. അവിടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ വർഗശത്രുവാകും, സംഘിയാകും. ഇനി ഈ വാർത്ത പുറത്തു വന്നതോടെ എത്ര പേർ വരും? നാസർ ഒരാൾ മാത്രമല്ല, 100 കണക്കിന് നാസർമാർ കണ്ണൂരിലുണ്ട്, തളിപ്പറമ്പിലുണ്ട്, മയ്യിലുണ്ട്. പേടിച്ച് മിണ്ടാതിരിക്കുന്നവർ, പാർട്ടിക്കാരെ പേടിച്ച് പരാതി കൊടുക്കാൻ മടിക്കുന്നവർ. അവരുടെ പണമൊക്കെ എവിടെയാണ്? ആ പണം കൊണ്ട് ബീഫ് കയറ്റുമതി നടത്തിയോ? കാനഡയിൽ ഫാം വാങ്ങിയോ? ദുബായിൽ ഫ്ലാറ്റ് വാങ്ങിയോ? അതോ പാർട്ടി ഫണ്ടിലേക്ക് ഹലാലായി ഒഴുകിയോ? അതോ തിരഞ്ഞെടുപ്പ് കാലത്തെ ബിരിയാണി ചെലവിനും നോട്ടിനും പോയോ? ആർക്കും അറിയില്ല. ഓരോ അഴിയും അഴിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത് ഓരോ തട്ടിപ്പിന്റെ കഥയാണ്. ഇത് അഴിമതിയുടെ അഴിക്കുള്ളിലെ കഥയാണ്. കരുവന്നൂർ ബ്രഹ്മപുരം മാലിന്യം, PPE കിറ്റ്, സ്പ്രിംഗ്ലർ, ലൈഫ് മിഷൻ, ഇപ്പോൾ ഇതാ ഹലാൽ ഫായ്ദ. ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നു. സഖാക്കൾക്ക് വിശ്രമമില്ല. ഇനി ഇതിന്റെ പേരിൽ സഖാക്കൾ വന്ന് പറയും ഇത് RSSന്റെ അജണ്ടയാണെന്ന്. മുസ്ലിങ്ങളെ CPMൽ നിന്ന് അകറ്റാനുള്ള ഗൂഢാലോചനയാണ്. മാധ്യമങ്ങൾ വലതുപക്ഷമാണെന്നൊക്കെ. 9 വർഷമായി ഓഡിറ്റ് നടത്താത്തത് RSS ആണോ? ഫോൺ എടുക്കാത്തത് മോദിയാണോ? ഓഫീസ് പൂട്ടിയത് അമിത്ഷാ വന്നിട്ടാണോ? അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം. പണം ആരുടേതായാലും അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും വേദനിക്കും. അതിന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. പക്ഷെ മതത്തിന്റെ പേരിൽ, മതേതരത്വത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ പോലും പാവങ്ങളെ പറ്റിച്ച് കോടികൾ തട്ടുന്ന ഈ പകൽക്കൊള്ള ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കാണുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ പോലും വോട്ടിനും നോട്ടിനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാപട്യം തിരിച്ചറിയണം. ഈ ഹലാൽ ബാങ്കിൽ പണമിട്ട് നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായി കമന്റ് ചെയ്യണം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നാളെ അവർ വീണ്ടും പുതിയ പേരിൽ പുതിയ ഹലാൽ കമ്പനിയുമായി വരും. പുതിയ സഖാവ് ചെയർമാനുമായി വരും. വീണ്ടും നിങ്ങളെ തന്നെ പറ്റിക്കും. കാരണം നിങ്ങളിത് മറക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇതാണ് CPMന്റെ ശുദ്ധമായ ഹലാൽ മോഡൽ ബാങ്കിങ്. പണവും പോയി, വിശ്വാസവും പോയി. ബാക്കിയായത് സഖാക്കളുടെ വീർത്ത പണപ്പെട്ടി മാത്രം. അപ്പോൾ മറ്റൊരു സമകാലിക വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.